മുഖ്യമന്ത്രിക്കാണെങ്കിൽ പുത്രിവാത്സല്യം കെ കരുണാകരനേക്കാൾ കൂടുതലാണ്. മകൾ പറയുന്നതിനപ്പുറം ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതെ സ്നേഹനിധിയായ പിതാവ് മകൾക്കും സംസ്ഥാനത്തിന് നടുക്കുനിന്ന് ഭരണം നിർവഹിക്കുന്നു. മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസാണ് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായ മന്ത്രി. ഇതര മതസ്ഥരുമായി അഭിജാതമായ ബന്ധം പുലർത്തുന്ന മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമുദായത്തെ മറ്റേതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ അദ്ദേഹത്തിന് പിണക്കാൻ കഴിയുകയില്ല. എന്നാൽ സംസ്ഥാനത്തെ മുസ്ലിം സമുദായ അംഗങ്ങളെ ഒന്നാകെ അലോസരപ്പെടുത്തിക്കൊണ്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി തേരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നടത്തിയ ഡയലോഗിൽ മുഖ്യമന്ത്രി ജാതി സെൻസസ് നടപ്പാകില്ലെന്ന് പറഞ്ഞതോടെ അമ്മാവനും മരുമകനും കലിപ്പിലായി. വടകരയിൽ ഷാഫി പറമ്പലിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചതും മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധത കൊണ്ടാണ്. ഭൂരിപക്ഷ സമുദായങ്ങളെ കയ്യിലെടുക്കുന്നതിനായി ജാതി സെൻസസ് വേണ്ടെന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന കമ്മിറ്റിക്കും തിരിച്ചടി ഉറപ്പായിരിക്കുകയാണ്. ജാതി സെൻസസിനോട് കേരളത്തിന് അനുകൂല നിലപാടാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രമാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ ജാതി സെൻസസിന് അനുകൂലമായ തീരുമാനം കേരളം സ്വീകരിക്കണം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനോട് CPM സംസ്ഥാന കമ്മിറ്റിക്ക് യോജിപ്പില്ല. ജാതി സെൻസസ് എന്ന പന്ത് കേന്ദ്രത്തിലേക്ക് തട്ടിയിടണമെന്ന നിലപാടാണ് CPM സംസ്ഥാന കമ്മിറ്റിക്കുള്ളത്. NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾ ജാതി സെൻസസിനെ തുറന്ന് എതിർക്കുന്നതാണ് മുഖ്യമന്ത്രിയെയും CPMനെയും ഭയപ്പെടുത്തുന്നത്. NSSന്റെ നിലപാടുകൾ BJPക്ക് അനുകൂലമാണ്. കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി സെക്രട്ടറി G സുകുമാരൻ നായരെ കണ്ടതോടെയാണ് NSS BJPക്ക് ഒപ്പമാണെന്ന സന്ദേശം കീഴ്ഘടകങ്ങളിലേക്ക് എത്തിയത്. അതേസമയം രാജീവ് ചന്ദ്രശേഖറിന്റെ സന്ദർശനത്തെക്കുറിച്ച് പ്രതികരിക്കാൻ G സുകുമാരൻ നായർ വിസമ്മതിച്ചു. എന്നാൽ സുകുമാരൻ നായരുടെ മുഖത്തു നിന്നും രാജീവിനോടും BJPയോടുമുള്ള സമീപനം വായിച്ചെടുക്കാമായിരുന്നു. 2026 ഒരു ന്യൂനപക്ഷ മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് സ്വപ്നം കാണുന്ന റിയാസിനാണ് CPM സംസ്ഥാന കമ്മിറ്റി തിരിച്ചടി നൽകിയത്. ജാതി സെൻസസ് വിഷയത്തിൽ പന്ത് കേന്ദ്ര സർക്കാരിന്റെ കോർട്ടിൽ തള്ളിയിട്ടതോടെയാണ് റിയാസിന് പ്രതീക്ഷകളറ്റത്. എന്നാൽ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് വൃത്തിചെലിക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കും റിയാസിനുമില്ല. ഇടതുമുന്നണിയുടെ ഇരട്ടത്താപ്പ് വ്യക്തമായതോടെ ഇസ്ലാം മതവിശ്വാസികൾ കൂട്ടത്തോടെ കൂറുമാറിയിരിക്കുകയാണ്. ജാതി സെൻസസ് വിഷയത്തിലാണ് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ ഉരുണ്ട് കളിച്ചത്. ജാതി സെൻസസ് നടത്തേണ്ടത് സംസ്ഥാനമല്ല കേന്ദ്ര സർക്കാർ ാണെന്ന് വാദിക്കുന്ന സത്യവാങ്മൂലം ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു കോടതിയിൽ സമർപ്പിച്ചു. ബീഹാർ ജാതി സെൻസസ് നടത്തുകയും നിരവധി സംസ്ഥാനങ്ങൾ അതിന് ഒരുങ്ങുകയും ചെയ്യുമ്പോൾ തന്നെയാണ് വിമുഖത പ്രകടമാക്കുന്ന നിലപാട് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചത്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും ഇംഗിതത്തിന് എതിരാണ്. മന്ത്രി ഗണേഷ് കുമാർ ഡയറക്ടറായിരിക്കുന്ന NSSന്റെ നിലപാടാണ് സർക്കാർ സുപ്രീം കോടതിയിൽ ഉയർത്തിപ്പിടിച്ചത്. മുസ്ലിങ്ങൾ, പട്ടിക വിഭാഗക്കാർ, മറ്റു പിന്നോക്ക സമുദായങ്ങൾ എന്നിവർക്ക് സർക്കാർ ജോലിയിൽ ഭരണഘടന പ്രകാരം നൽകിയ സംവരണ അവകാശം പിന്നോക്ക പട്ടികയിൽ ഇപ്പോഴും തുടരുന്ന മുന്നോക്ക വിഭാഗങ്ങൾ തട്ടിയെടുക്കുന്നുവെന്ന വിഷയമാണ് സുപ്രീം കോടതി മുൻപാകെയുള്ളത്. 10 വർഷം കൂടുമ്പോൾ അനർഹരെ ഒഴിവാക്കാൻ പാകത്തിൽ സംവരണ പട്ടിക പുതുക്കണം. കോടതിയിൽ നിന്ന് ഇതിന് അനുകൂല വിധി ഉണ്ടായിട്ടും കേരളം നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല. പട്ടിക പുതുക്കാനിരിക്കുന്നത് ഇന്ദിര സാഹ്നി കേസിലെ ഈ നിർദ്ദേശത്തിന്റെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുന്ന കോടതിയലക്ഷ്യ ഹർജിയിലാണ് ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം.